നമസ്കാരം. പി സി ജോർജ് എന്ന പാഴിന്റെ മകൻ മരപ്പാഴാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. രാവിലെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ ഒരു വലിയ ബോംബ് പൊട്ടിച്ചു. ഇപ്പോ അതിന്റെ നെല്ലും പതിരും തിരിഞ്ഞിരിക്കുകയാണ്. രാവിലെ പകൽ വെളിച്ചത്ത് കൊടുമ്പിരി കൊണ്ട ചർച്ച നടത്തുക, ഇരുട്ട് റൂമുകളിൽ വന്നിട്ട് അതിന്റെ സത്യാവസ്ഥ പറയുക. സമാന മാതൃകയിൽ റിപ്പോർട്ടർ ചാനൽ ഇന്നിപ്പോ അരുൺകുമാറിന്റെ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ എന്ന ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. അല്ല, ഉണ്ടയില്ല വെടികൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇന്നൊക്കെ ഷോൺ ജോർജ് വിളിച്ചു പറഞ്ഞ സാധനത്തിനെയൊക്കെ ശുദ്ധ തോന്നിവാസം എന്നാണ് പറയേണ്ടത്. ശുദ്ധ തോന്നിവാസം. അതെ, ശുദ്ധ വിവരക്കേട്. ആ വാക്കിൽ നിർത്തേണ്ടി വരുന്നു. കാര്യം ഒരു അൺപാർലമെന്ററി വേർഡ് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. എന്ത് തോന്നിവാസവും ആർക്കെതിരെയും പറയാം. അതിനുശേഷം ഒരു ഫാമിലിയെ, ഒരു വ്യക്തിയെല്ലാം വല്ലാതെ അധിക്ഷേപിച്ച കാര്യത്തിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഷോൺ ജോർജ് ഉയർത്തിക്കൊണ്ടുവന്ന ആ ബോംബ് എന്ന് പറഞ്ഞാൽ രാവിലെ പറഞ്ഞതുപോലെ സ്വന്തം ആസനത്തിലിരുന്ന് പൊട്ടുകയാണ്. അതായത് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന പേരിൽ ഒരു കമ്പനി ഉണ്ട്. പക്ഷേ ആ കമ്പനി ഇപ്പോൾ നിലവിൽ UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അത് എക്സാലോജിക് എന്ന വീണ വിജയന്റെ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല. അത് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ചെറിയ അക്കടിയല്ല, വലിയ അക്കടി. എക്സാലോജിക് എന്ന് കണ്ടപ്പോൾ അതിനെയും പൊക്കി പിടിച്ചുകൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ തട്ടിവിട്ടപ്പോ അവിടെ പഴം വിഴുങ്ങിയ പോലെ ചോദ്യങ്ങളില്ലാതിരുന്ന മാപ്രകൾക്ക് എല്ലാവർക്കും ഇപ്പോ കാരണത്തേറ്റ അടിയായിട്ടാണ് ആ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒരു മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്ഷേപിക്കാൻ വേണ്ടി വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ ഈ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നുണ്ട്. യാതൊരു കഴമ്പുമില്ലാതെ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് തെളിയിക്കുന്നതാണ് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ. അല്ല, ഉണ്ടയില്ല വെടികൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇന്നൊക്കെ ഷോൺ ജോർജ് വിളിച്ചു പറഞ്ഞ സാധനത്തിനെയൊക്കെ ശുദ്ധ തോന്നിവാസം എന്നാണ് പറയേണ്ടത്. ശുദ്ധ തോന്നിവാസം. ഞാൻ അരുണിനോട് പറയട്ടെ, UAE-യിലും കൂടെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് നിങ്ങളുടേത്. ദയവേത് ഈ പേരുകൾ റിപ്പീറ്റ് ചെയ്ത് പറയാതിരിക്കുക. അതായത് എക്സാലോജിക് കൺസൾട്ടൻസ് എന്നുള്ള ഒരു കമ്പനി UAE-യിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കമ്പനിക്ക് ADCB ബാങ്കിൽ അക്കൗണ്ടും ഉണ്ടാവും. ആ അക്കൗണ്ടിലേക്ക് PWC-യിൽ നിന്ന് ഫണ്ടും വന്നിട്ടുണ്ടാവും. പക്ഷേ അത് ലാബിന്റെ ഫണ്ടാണെന്നൊക്കെ അരുൺകുമാർ പറഞ്ഞാൽ ഒരു പക്ഷേ UAE-യിൽ നിങ്ങളുടെ ട്രാൻസ്മിഷൻ വരെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന്റെ ഫാക്ട് എന്താണ്? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ആർക്കും അറിയുന്ന കാര്യമാണ്. എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. 2008-ൽ UK ആസ്ഥാനമായി തുടങ്ങിയ കമ്പനിയാണത്. ആ കമ്പനിയുടെ ഓരോ ഓഫീസ് ദുബായ് മീഡിയ സിറ്റിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ആ കമ്പനിക്ക് 2 ഓണർമാരാണുള്ളത്. ഒരാളുടെ പേര് നവീൻ കുമാർ എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് സാസൂൺ സാദിഖ് എന്നാണ്. മൊത്തം 5 ഓഫീസസ് ഉണ്ട് അവർക്ക്. UK അടക്കം 5 ഓഫീസസ് ഉണ്ട്. 5 ഓഫീസസിലും കൂടെ 400-ലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് കമ്പനിയിൽ. സോഫ്റ്റ്വെയർ മേഖലയിൽ 10-12-ലധികം സെഗ്മെന്റിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്ലോബലി എസ്റ്റാബ്ലിഷ്ഡ് ആയ മൾട്ടിനാഷണൽ കമ്പനീസ് അവരെ ക്ലയൻസ് ആണ്. അവരുടെ ആനുവൽ ടേൺ ഓവർ 2024-ലെ, അതായത് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 4500 കോടി രൂപയാണ്. 55.4 മില്യൺ US ആണ് ഈ കമ്പനിയുടേത്. ഈ കമ്പനി വേറെ 2 ആളുകളുടേതാണ്. 400-ലധികം ജോലിക്കാരുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയെ പറ്റിയിട്ട്, അതായത് പിണറായി വിജയന്റെ മകളെ പറ്റി പറയുന്നത് പോലെ ആ കമ്പനിയെ പറ്റി വേണ്ടാതിനെ പറഞ്ഞാൽ വിവരമറിയും എന്നാ ഞാൻ പറയുന്നത്. ഷാർജ സുൽത്താനെ പറ്റിയിട്ട് പണ്ട് വാർത്ത കൊടുത്തിട്ട് ഇവിടുത്തെ കുറച്ച് ചാനലുകൾ കുടുങ്ങിയിരുന്നു. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. എക്സാലോജിക് എന്നുള്ളത് മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. വീണ വിജയൻ തുടങ്ങിയ കമ്പനി 2014-ൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് തുടങ്ങിയ ഒരു 1% കമ്പനിയാണ്. OPC ആണ്. അതാണ് നിങ്ങൾ പറയുന്ന CMMR-ലുമായിട്ടുള്ള വിഷയം. അതെന്തോ ആവട്ടെ, അതിന്റെ ഡീറ്റെയിൽസൊക്കെ പോവാം. ഇപ്പം ഈ എന്താ പറയാ, ഷോൺ ജോർജ് എടുത്തു കൊണ്ടുവന്നിരിക്കുന്ന സാധനം വേറെ ഒരു കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നേ. അത് വീണ വിജയന്റെതും വേറൊരാളുടെ പേരും പറയുന്ന ശുദ്ധ തോന്നിവാസമാണ്, തെമ്മാടിത്തരമാണ്. അത് ഈ ആരോപണം റിപ്പോർട്ടർ ചാനൽ ഓൺ ചെയ്യുകയോ റിപ്പോർട്ടർ ചാനൽ ശരിവെക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങളുടെ അന്വേഷണത്തിലും പ്രേംകുമാർ പറഞ്ഞ കാര്യങ്ങളാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അനിൽ ബോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പറയാൻ സമയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ഇത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഷോൺ ജോർജ് ആണ്. അതിന്റെ ഉത്തരവാദിത്വം ഷോൺ ജോർജിനാണ്. റിപ്പോർട്ടർ ചാനൽ ഒരു ഉത്തരവാദിത്വമില്ല. ഇങ്ങനെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടയില്ല വെടികളായി ഉന്നയിക്കുകയാണ് ചോദ്യം. പ്രേംകുമാർ, അല്ല, പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഇതാണെന്ന് പറയരുത്. കേരളത്തിലെ VD സതീശൻ നയിക്കുന്ന പ്രതിപക്ഷത്തിന്റെ പരിപാടി ഇതാണെന്ന് പറയാം. കാരണം 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് രാവിലെ 11 മണിക്ക് K സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തും. സുരേന്ദ്രൻ വിളിച്ചു പറയുന്ന വിഡ്ഢിത്തങ്ങൾ 3 മണിക്ക് രമേശ് ചെന്നിത്തല ഏറ്റെടുത്ത് പറയുമായിരുന്നു. ഇപ്പൊ അത് ആദ്യം ചെയ്യുന്നത് ഷോൺ ജോർജ് ആണ്. അതിനുശേഷം അത് VD സതീശൻ പറയുന്നു. അത്രയേ ഉള്ളൂ.
ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഓറൽ സെക്സ് ചെയ്യുന്നത് ഞാൻ കണ്ടുവെന്ന് ചാനലിൽ വന്ന് പറയുകയും അതിനുശേഷം അരുൺകുമാർ തന്നെ ചോദിക്കുന്ന സമയത്ത് അത് ഞാൻ കള്ളം പറഞ്ഞതാണ് എന്ന് ഒരു മടിയില്ലാതെ പറയുകയും ചെയ്ത PC ജോർജിന്റെ മകനാണ് എല്ലാ അർത്ഥത്തിലും ഷോൺ ജോർജ്. അഡ്വക്കേറ്റ് അനിൽ ബോസ് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയർ അല്ലേ നിങ്ങൾ? വീണ വിജയൻ തുടങ്ങിയ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. 2014 സെപ്റ്റംബർ 19 ഈ വിവരം അറിയാൻ നിങ്ങൾ CPM-കാരനാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ അറിയാം, MCയുടെ സൈറ്റിൽ കിട്ടും. ഷോൺ ജോർജ് പറയുന്ന കമ്പനി UK തുടങ്ങിയ വേറെ കമ്പനിയാണ്. ആ കമ്പനിക്ക് ADCB ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഏറ്റെടുത്ത് പറയുന്ന VD സതീശൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയേറെ വായിക്കുന്ന, ഇത്രയേറെ ഗൃഹപാഠം ചെയ്യുന്ന, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തെ നയിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് ഒരു ലജ്ജയും തോന്നുന്നില്ലേ? ഒരു 5 മിനിറ്റ് സമയം മതിയല്ലോ. എന്റെയും നിങ്ങളുടെയും ടാക്സ് എടുത്തിട്ട് VD സതീശന്റെ ഓഫീസിൽ 30-ലധികം ആളുകൾ ജോലി ചെയ്യുന്നില്ലേ? ഒന്ന് നോക്കിച്ചുകൂടെ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത്? ഒന്നും മിണ്ടാതിരുന്നുകൂടെ? ഇതിനേക്കാൾ പ്രധാനമായിട്ട് വീണ വിജയൻ എന്ന് പറഞ്ഞ ആളുടെ പിതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു രാഷ്ട്രീയ വിരോധം വെച്ച് ഒരു സ്ത്രീയെ, ഒരു ഓണ്ടർപ്രീനറെ എന്ത് അടിസ്ഥാനരഹിതമായ കാര്യവും പറയാമെന്നുള്ള ഒരു ധൈര്യമുണ്ടല്ലോ. ഈ ചർച്ചയുടെ തംബ്നെയിൽ പോലും അവരുടെ ചിത്രവും എക്സാലോജിക്കിന്റെ പേരും കേരയിലെ ചിത്രവുമാണ്. നമ്മൾ ചെയ്യുന്നത് എന്തുമാത്രം മനുഷ്യത്വരഹിതമായ കാര്യമാണെന്നറിയോ? എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വീണ വിജയനായാലും പിണറായി വിജയനായിരുന്നാലും പ്രേംകുമാർ ആയിരുന്നാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അത് തന്നെയാണ് നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ സമയത്തും പറഞ്ഞത്. അത് തന്നെയായിരുന്നു. ഖുറാനിലൂടെ സ്വർണം കടത്തിയിട്ടുണ്ട് എങ്കിൽ KT ജലീൽ അതിന് ഉത്തരവാദിയാണെങ്കിൽ KT ജലീലിനെ അറസ്റ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കൊറാബറേറ്റീവ് എവിഡൻസ് വേണ്ടേ? എവിടെ നിന്ന് സ്വർണം വന്നു എന്നറിയില്ല, എവിടേക്ക് പോയി എന്നറിയില്ല. ആകെ അറിയുന്ന ഒരു സ്വപ്ന സുരേഷും പിന്നെ ഈ ശിവശങ്കരൻ എന്ന് പറഞ്ഞ ആളും അവിടെ മുട്ടി നിൽക്കുകയായിരുന്നു. നമുക്ക് ഇപ്പോഴും അറിയണമെന്നുണ്ടെന്നേ ആരാണിത് കൊടുത്തുവിട്ടത്, എവിടേക്കാണ് പോയത് എന്നുള്ളത്. ഈ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു തവണ കത്തിയ ഒരു വിഷയമായിരുന്നു SRIT എന്ന് പറഞ്ഞ കമ്പനി. സ്പീഡ് ക്യാമറ, AI ക്യാമറ, ഭയങ്കര കുംഭകോണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫേസ്ബുക്കിലും 1-2 ചർച്ചകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിണറായി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യനും ഈ കമ്പനിയുടെ ഓണറും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് എനിക്ക് അറിയുമായിരുന്നുള്ളൂ. ഈ കമ്പനിയുടെ ഓണർ മധു നമ്പ്യാരുടെ അമ്മ മരിച്ച സമയത്ത് ഞാൻ പോയിരുന്നു ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് കേരളത്തിലെ വളരെ ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഇമാതിരി വൃത്തികേടുകൾ വിളിച്ചു പറയാൻ നിൽക്കാത്ത, ഞാനും അരുൺകുമാറും ഒക്കെ ആദരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ അടുത്ത ബന്ധുവാണ് ഇയാൾ. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, കാരണം ആ വിവാദത്തിൽ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു പറയുന്ന കോൺഗ്രസ്സുകാരുടെ സംസ്കാരമല്ല എന്റേത് എന്നുള്ളതുകൊണ്ട് അനിൽ ബോസ് ഞാൻ പേഴ്സണലായി പറഞ്ഞു തരാം. പക്ഷെ എന്നിട്ട് ഞാൻ നമ്പ്യാരോട് ചോദിച്ചു, മധു നമ്പ്യാരോട്, അല്ല ഞങ്ങളെല്ലാവരും നിങ്ങളും പിണറായി വിജയനും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വിവരം ഒന്ന് പറയാമായിരുന്നില്ലേ? ആ മനുഷ്യൻ ചോദിക്കുക, അയ്യോ അതും ഈ കോൺട്രാക്ട് തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ലെന്നേ. അദ്ദേഹത്തിന്റെ വളരെ അടുത്തൊരു ബന്ധു കേരളത്തിലെ വളരെ സീനിയറായ കോൺഗ്രസ് നേതാവാണ്. ആ ആണെന്ന് ഇരിക്കെയാണ് പിണറായി വിജയന്റെ ബന്ധുവാണ് SRITയുടെ മധു നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ ഇവർ ബഹളം ഉണ്ടാക്കിയത്. യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും തല്ല് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരടിസ്ഥാനവുമില്ലാതെ ഒരാൾക്കെതിരെ എന്തും പറയാം, എന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു അമിതാധികാരം ഉണ്ടല്ലോ. ഇതിനെ നേരിടുന്നതിൽ കേരളത്തിലെ പോലീസ് ശരിയല്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. നടക്കുന്ന ഒരു കേസാണിത്. അപ്പൊ SFIO അന്വേഷണം ക്ലോസ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ബിജു നായർ പറയുന്നത്. ഈ പറയുന്ന എല്ലാ കേസുകളിലും അന്തിമ FIR ഇട്ടിട്ടില്ല. ഈ കേസിൽ എപ്പോൾ വേണമെങ്കിലും ഒരു പ്രതിയെ കൂടി കുറ്റപത്രം നൽകി എടുക്കാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും കേസ് ക്ലോസ് ചെയ്യാത്ത സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാറായിട്ടില്ല എന്നതാണ് ബിജു നായരുടെയും ഒക്കെ നിലപാട്. ആരോപണങ്ങൾ അവസാനിപ്പിക്കേണ്ട, പക്ഷെ പിന്നെയും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാവണം. ജർമ്മനിയിലോ അമേരിക്കയിലോ ഇറ്റലിയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ വീണ എന്നുള്ള പേരുള്ള ഒരാളോ എക്സാലോജിക് എന്ന പേരിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ വകയിലാണെന്ന് പത്രസമ്മേളനം നടത്തുകയും അത് അപ്പൊ തന്നെ നിങ്ങൾ അനിൽ ബോസിനോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ എഡിറ്റോറിയൽ ബോർഡല്ല, നിങ്ങൾക്ക് റിസർച്ച് ഡെസ്ക് ഇല്ലേ? നിങ്ങൾക്ക് വെരിഫൈ ചെയ്തുകൂടെ? ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ആ ചോദ്യങ്ങൾ അനിൽ ബോസിനോട് ചോദിക്കേണ്ടി വരുന്നത് റിസർച്ച് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഷോൺ ജോർജിനെ ഓൺ ചെയ്യാൻ കഴിയാതെ പോകുന്നത്. ഇന്ന് ഷോൺ ജോർജിനെ തള്ളിപ്പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് കൊണ്ടാണ്. പ്രേംകുമാർ കൊട്ടിഘോഷിച്ച് ആഘോഷിച്ചതാണ്. ഇപ്പോ എന്തായി? ആ ഒരൊറ്റ വാർത്തയെ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് രാവിലെ ഷോൺ ജോർജ് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ, അതായത് ഇങ്ങനെ ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ അവകാശമില്ല, കൊള്ളക്കാരനാണ് അദ്ദേഹം, ഫ്രോഡാണ്, ഈ രീതിയിലൊക്കെ പറഞ്ഞ വ്യക്തി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് യാതൊരു കഴമ്പുമില്ലാത്ത ഒരു കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തിയത്, അവഹേളിച്ചത്? ചോദ്യം ചെയ്യപ്പെടണ്ടേ? പാഴായ തന്തയ്ക്കുണ്ടായ മരപ്പാഴയാകൂ എന്ന് പറയുന്നത് ചുമ്മയല്ല. ഇത് മരപ്പാഴിനും താഴോട്ട് ഏതെങ്കിലും വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. കാര്യം സ്വന്തം നിലയ്ക്ക് പേരെടുക്കാൻ,
ഞാനൊരു സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം. അതിന് മാപ്രകൾ കുടപിടിച്ചു കൊടുത്തത് എങ്ങനെയാണ്? അദ്ദേഹം ഷോൺ ജോർജ് എന്ന പേരിൽ BJP നേതാവാണെന്ന് പോലും പറയാതെ അദ്ദേഹത്തെ ഏതോ മഹാനുഭാവനാക്കിയാണ് ഇന്ന് രാവിലെ അവതരിപ്പിച്ചത്. പിന്നാലെ ഇതിനെ പിന്താങ്ങിയ സതീശൻ എന്താണ് സംഘപരിവാറിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി? വിടുപണി അല്ലെങ്കിൽ അവരുടെ പൃഷ്ഠം താങ്ങൽ. ഇതാണ് സതീശന്റെ പണി. അവരുണ്ടാക്കുന്ന ഏത് കഥയ്ക്കും ആധികാരികത നൽകുന്നത് സതീശനാണ്. മാധ്യമങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് അത് സ്ഥിരീകരണം കൊടുത്തു. പ്രതിപക്ഷ നേതാവ് അത് മുഖ്യമന്ത്രിയുടെ വായിൽ കൊണ്ടുവന്ന് തിരുവാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന നിലയ്ക്ക് ഇന്നും പറഞ്ഞു വെക്കുമ്പോൾ ഇല്ലാത്ത കഥയ്ക്ക് വേണ്ടി, അതിനെ കൂടുതൽ ആധികാരികമാക്കാൻ വേണ്ടി, മാധ്യമങ്ങൾക്ക് വേണ്ടി ഒരുതരം മാമാപ്പണി ചെയ്യുന്ന വ്യക്തിയാണ് സതീശൻ തെളിഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യവുമില്ലാത്ത, ഒരു കഴമ്പുമില്ലാത്ത, ഒരു കമ്പനിയുമായിട്ട് പുലബന്ധമില്ലാത്ത മറ്റൊരു കമ്പനിയെ കൊണ്ടുവന്നിട്ട് അതിന്റെ ആക്ഷേപം പോലും ഒരു വ്യക്തിയുടെ നേരെ അങ്ങ് ചൊരിയുകയാണ്. കാര്യം എന്തും പറയാം, അതിന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മാപ്രകളുണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങളുണ്ട്. ഞങ്ങൾ കക്കുന്നത് എന്തു അതേപടി അവർ വാരി വിഴുങ്ങുമെന്നുള്ളത് കൊണ്ട് അവരുടെ മുന്നിൽ പോയി എന്ത് കള്ളവും കക്കി വെക്കുന്നു, അത് അതേപടി എടുത്ത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു. നെറുകെട്ട ഈ പ്രവർത്തനത്തെ മാധ്യമ പ്രവർത്തനം എന്ന് ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയില്ല. ഈ നിലയ്ക്കാണ് അത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ നേരിടേണ്ട സമയമായിരിക്കുന്നു. വ്യക്തികളെ അധിക്ഷേപിക്കാൻ യാതൊരു തരത്തിലും ആധികാരികതയില്ലാതെ കയ്യിൽ കിട്ടുന്നത് എന്തും കൊണ്ടുവന്ന് മാധ്യമങ്ങൾ എന്ന പേരിൽ ഇങ്ങ് പുറത്തേക്ക് പ്രചരിപ്പിക്കുകയാണ്. ആക്ഷേപിക്കാൻ, അവഹേളിക്കാൻ, രാഷ്ട്രീയപരമായിട്ടുള്ള എതിരഭിപ്രായത്തിന്റെ പേരിൽ മാപ്രകൾ കൂടി വിടുപണി ചെയ്യുന്നതിലൂടെ എന്താണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്? തടയിട്ടേ മതിയാകൂ. ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും നൽകാതെ അവരെ അവഹേളിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. സമൂഹത്തിന്റെ മുന്നിൽ അവരെ സ്വൈര്യമായി ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന ഈ പണിയെ അത് വച്ച് പൊറപ്പിക്കാൻ പാടില്ലെന്ന് ഈ ഒരു വിവരം കൂടി പുറത്തു വരുമ്പോൾ വളരെ ശക്തമായി ആവശ്യപ്പെടുകയാണ്.